ബസാർ, വടകര റോഡ്, നാദാപുരം. വസ്ത്രസങ്കല്പങ്ങളുടെ വസന്തഭാവങ്ങൾക്ക് ഫാഷൻ ഡിസൈനുകളുടെ നിറച്ചാർത്തേകിയ നാദാപുരത്തെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര കേന്ദ്രം. ഏറ്റവും കുറഞ്ഞ വിലയിൽ കൂടിയ കളക്ഷനോടുകൂടി കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ കല്യാണ വസ്ത്രങ്ങളുടെ വിസ്മയലോകം. പുരുഷ സൗന്ദര്യത്തിന് ആഭിജാത്യമേകുന്ന ഷർട്ടിംഗ് ഷൂട്ടിംഗ്സ്, പ്രമുഖ ഡിസൈനർമാരുടെ കരവിരുതിൽ തീർത്ത ചുരിദാർ മെറ്റീരിയൽസ്, ചോളികൾ, പ്രകൃതിയിൽ വർണ്ണമഴ പെയ്യിക്കുന്ന പിഞ്ചോമനകൾക്ക് അഴകിന്റെ മാരിവില്ലുകൾ വർണ്ണം വിരിയിക്കുന്ന കുഞ്ഞുടുപ്പുകൾ, നിങ്ങളുടെ ഉത്സവ നാളുകൾക്ക് പൊൻപ്രഭയേകുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ പ്രമുഖ ശേഖരവുമായി പ്രഭാ വെഡിംഗ് കളക്ഷൻ, KK ബസാർ, വടകര റോഡ്, നാദാപുരം. ഫോൺ 049625519116. ഏത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴും എപ്പോഴും ഉയരുന്ന ഒരു കാര്യം രാഷ്ട്രീയ തേജോവധമാണ് ഇതിലൊക്കെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള വാണിമൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് NK മൂസ മാസ്റ്റർക്കെതിരെ നിലവിലൊരു വിജിലൻസ് കേസ് ഉണ്ട്. അദ്ദേഹത്തിന് വീണ്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയ കേസ് വരുന്നത് എന്നുള്ള തരത്തിൽ ചർച്ചകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് രാഷ്ട്രീയപരമായ ലക്ഷ്യം വെച്ചുള്ള ഒരു കേസാണോ? തീർച്ചയായും ഞങ്ങളത് തള്ളിക്കളയുന്നു. രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ഒരു പരാതിയോ ഒരു നടപടിയോ അല്ല ഇത് എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാരണം നേരത്തെയുള്ള വിജിലൻസ് കേസ് നമുക്കറിയാം, മൂസമാഷ മാത്രം ലക്ഷ്യം വെച്ച് ഒരു കേസുണ്ടാക്കിയതൊന്നുമല്ല. ആ ഭരണസമിതിയിലെ UDFന്റെ എല്ലാ മെമ്പർമാർക്കും അതിൽ പങ്കുണ്ട് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ. പക്ഷെ വിജിലൻസ് കേസ് വന്നപ്പോൾ മൂസ മാസ്റ്റർ മാത്രം അതിൽ ഉൾപ്പെട്ടു, മറ്റുള്ളവരെല്ലാം രക്ഷപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യം. അതിലെന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ടത് UDF ആണ്, ഞങ്ങളല്ല. പക്ഷെ ഇപ്പോഴത്തെ കേസ് ഏതെങ്കിലും ഒരു മൂസ മാസ്റ്ററെ ഇതിൻ്റെ അകത്ത് പെടുത്തിക്കളയാം എന്ന് വിചാരിച്ചിട്ടല്ല. ഇത് സത്യമായി ഇതിന്റെ സത്യം രേഖകൾ പറയുന്നുണ്ട്. ഇതിനാരോടും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിരോധം തീർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ തീർക്കേണ്ട ഒരു വിഷയമൊന്നും ഇല്ലാത്തില്ല. കൃത്യമായി രേഖകൾ ഇതിന്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഇതിന് അനുവാദം കൊടുത്തിട്ടുള്ളത്? ഒരു ഭരണസമിതി അറിയാതെ പഞ്ചായത്തിൽ ഇത്രയും വലിയ ഒരു പ്രൊജക്ടിന് അനുവാദം കൊടുക്കുമ്പോൾ ഒരു ഭരണസമിതി അറിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അഴിമതിയാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആയിരക്കണക്കിന് ഉറുപ്പ്യ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൈക്കൂലി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൂടി കണ്ടുകൊണ്ടാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതിയെ അപ്പാടെ പൊതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന ഒരു ഇടപാടാണല്ലോ നടന്നിട്ടുള്ളത്. തീർച്ചയായും ഒരു ഭരണസമിതി അംഗമായിരുന്നു എന്ന നിലക്ക് ഇതിനെ ചോദ്യം ചെയ്യേണ്ട കടമ എല്ലാവർക്കുമുണ്ട്, എനക്കുമുണ്ട്. ഞാനത് കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് ഞാൻ പരാതി കൊടുത്തു എന്നേ ഉള്ളൂ. ഇത് എല്ലാവരും എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും ബാധകമായതാണ്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ മുസ്ലിം ലീഗ് നേടിയ ചരിത്ര വിജയം വാണിമൽ ഗ്രാമപഞ്ചായത്തിൽ LDF എല്ലാ അടവുകളും നയങ്ങളും പ്രയോഗിച്ചിട്ടും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ 66 ദിവസങ്ങൾ മാത്രം തികയുന്നതിന് മുമ്പ് തന്നെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായും കേരള സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് തന്നെ അവസാന ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തിയതാണ് എന്ന് പറഞ്ഞാൽ അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ഇതിനെനിക്ക് ഒരു വിശദീകരണം നൽകാനുണ്ട്. കാരണം ഈ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് 16-9 സീറ്റ് ഒറ്റക്ക് നേടി. അതവർക്കുള്ള എല്ലാത്തിനുമുള്ള അംഗീകാരമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അതൊരു സാങ്കേതികമായ ജയം മാത്രമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശരിയായ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ജയമല്ല ലീഗിന്റേത്. അതൊരു സാങ്കേതികമായ ഏതായാലും വിജയിച്ചു ജയമാണ് മുസ്ലിം ലീഗ്. ഞാനൊരു മറുചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. കൈവെട്ട് കേസിലെ പ്രതി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നിട്ടുണ്ട്. ആ കൈവെട്ടിയതിനെ ജനങ്ങൾ അംഗീകരിച്ചു എന്നല്ലോ കാണിക്കുന്നത്? ഒരിക്കലും അല്ല. അതുപോലെ ഇവിടുത്തെ ലീഗിന്റെ വിജയവും ലീഗ് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള അഴിമതിക്ക് പച്ചക്കൊടി കാണിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ഏത് വിജയങ്ങളാണെങ്കിലും സാങ്കേതിക അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും വിജയം നേടി എന്നത് നമ്മൾ അംഗീകരിച്ചു. അത് ശരിയാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇടതുപക്ഷത്തിന്റെ സർക്കാർ സംസ്ഥാനം ഭരിക്കുന്ന നിലക്ക് ആ ഒരു പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള മുസ്ലിം ലീഗിന്റെ വാണിമൽ ഗ്രാമപഞ്ചായത്തിലെ പ്രതിച്ഛായ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഒരാരോപണം വന്നാൽ താങ്കൾ അതിനോട് എങ്ങനോട് പ്രതികരിക്കും? ഞാനത് അത്തരം കാര്യങ്ങളിലേക്ക് ഈ വിഷയം കൊണ്ടുപോകാനേ താല്പര്യപ്പെടുന്നില്ല. ഇതിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയവും ഇല്ല. ഇതൊരു നാടിനെ ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറാൻ പോവുകയാണിത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണസമിതിയിലിരുന്ന ഒരു അംഗം എന്നുള്ള നിലക്ക് എന്റെ ഒരു അവകാശം കൂടിയാണ്
ഞാനിത് ഈ ഇടപാടിനെ സംബന്ധിച്ച് പരിശോധിച്ചത്. ആ പരിശോധനയിൽ വളരെ വ്യക്തമായി, ഞാൻ നടത്തിയ പരിശോധനയിൽ എനിക്ക് മനസ്സിലായത്, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും കഴിഞ്ഞ ഭരണസമിതിയിലെ ചില ആളുകളും ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ ഒരു അഴിമതിക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഇടപാടാണ് ഈ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലത്ത് ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് ഭരണസമിതി തീരുമാനം എന്ന മുഖേന ബന്ധപ്പെട്ട കമ്പനിക്കും വകുപ്പുകൾക്കും സെക്രട്ടറി അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പറയേണ്ടത് അന്നത്തെ ഭരണസമിതിയിലേക്ക് ചുക്കാൻ പിടിച്ചിരുന്ന അന്നത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ പറയാൻ കഴിയും. അവരാണ് ഇതിന് ഉത്തരവാദപ്പെട്ടവർ. അവരറിയാതെ ഇത്തരം കാര്യങ്ങൾ പഞ്ചായത്തിൽ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് മാത്രമല്ല, രണ്ടാമത് വന്ന ഭരണസമിതിയിലും ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ ഉള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പഞ്ചായത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു നിൽക്കുന്ന ഒരു മുൻ മെമ്പർ എന്ന നിലക്ക് എനിക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അവരറിയുന്നില്ല? ഏതായാലും ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും വരും ദിവസങ്ങളിലും ഇതിനെ പറ്റിയുള്ള വിശദമായ ചർച്ചകൾ നടക്കേണ്ടി വരും. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നൽകുന്നതിനു വേണ്ടി വാണിമൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന NK മൂസ മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നും നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ കഴിഞ്ഞ ഭരണസമിതിയിലെ മെമ്പറായിരുന്ന രാജീവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു വിജിലൻസ് പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു ക്രഷറിന് അനുമതി നൽകിയിരുന്നു. അതിന്റെ ഫയലുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. കൃത്യമായിട്ടും ഉള്ള വിവരങ്ങൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോ ഉടനെ ഞാൻ നാട്ടിലെത്തി നാളെ രാവിലെ ഞാൻ എല്ലാ വിവരങ്ങളും അന്വേഷിക്കും. ഏതായാലും ആ ക്രഷർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി നൽകിയിട്ടുള്ള പെർമിറ്റ് അത് നിയമാനുസൃതമാണോ എന്നുള്ള ഒരു പരിശോധനയാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സബ് കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും ആ സബ് കമ്മിറ്റി യോഗമൊന്നും ചേരാതെ അനധികൃതമായാണ് ഇപ്പോ ആ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്, പെർമിറ്റ് നൽകിയിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നതെന്നാണ് രാജീവൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ സബ് കമ്മിറ്റിയിൽ ഒന്ന് ഞാനും ഒന്ന് അഷ്റഫ് പറ്റാലിയും ഒന്ന് അന്നത്തെ അവിടുത്തെ മെമ്പർ വിമലയായിരുന്നു. അതെ. അപ്പൊ ഇവര് ഞങ്ങൾ മൂന്നുപേരും ഞാൻ പ്രധാനമായിട്ട് ഞങ്ങള് അവിടുത്തെ വാർഡ് മെമ്പർ എന്നുള്ള വാർഡ് മെമ്പറോട് അവിടെ വല്ല പരാതി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഒരു പ്രസ് ഇവന്റ് സ്ഥാപിക്കുമ്പോ അവിടെ നമ്മൾ നോക്കേണ്ടത് അവിടെ ആൾക്കാർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. പക്ഷെ ഞങ്ങളത് മെമ്പറോട് ചോദിച്ചപ്പോ അങ്ങനെ ഇല്ല എന്നുള്ള റിപ്പോർട്ട് വാക്കാൽ ഞങ്ങൾ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. രേഖാമൂലം താങ്കൾ അങ്ങനെ ഒരു റിപ്പോർട്ടൊന്നും നൽകിയിട്ടില്ല എന്നാണ്. റിപ്പോർട്ട് കൊടുക്കാൻ ആ സമയത്ത് ഇലക്ഷൻ സമയമൊക്കെ ആയിരുന്നു. എന്റെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ രേഖാപരമായിട്ട് എഴുതി കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ എതിർപ്പുണ്ടോ, ജനങ്ങൾക്ക് വല്ല എതിർപ്പുണ്ടോ, പരിസ്ഥിതിക്ക് ദോഷമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ പരിശോധിക്കേണ്ടത്. അവിടെ ജനങ്ങളാരും എതിർത്തായിട്ട് മെമ്പർ പറഞ്ഞു ആർക്കും എതിർപ്പൊന്നുമില്ല. മെമ്പർ പോയി പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞോണ്ട് ജനങ്ങൾക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നെ പ്രശ്നം അനുമതി കൊടുക്കുന്നത് ഞങ്ങൾക്കും പ്രശ്നമില്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വൻതോതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് രാജീവൻ ആരോപിച്ചിരിക്കുന്നത്. എന്താണ് അഴിമതി എന്ന് രാജീവൻ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമുക്കറിയില്ല എന്താ അഴിമതി, അതിലെന്താ അഴിമതി നടക്കാനാ? മന്ത്രിയും തഹസിൽദാരും അടക്കമുള്ള ആളുകൾ ഇടപെട്ട് സ്റ്റേ കൊടുത്തിരിക്കുന്ന ഒരു വിഷയത്തിലാണ് പഞ്ചായത്ത് ഇങ്ങനെ അനുമതി കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. മന്ത്രിയും ഇവരൊക്കെ ഇടപെട്ടിട്ടുള്ള ആ സ്ഥലത്ത് ആണിത് സ്ഥാപിക്കുന്നത് നമുക്കറിയില്ല. ക്രഷറിന് മാത്രമേ നമ്മൾ അനുമതി കൊടുത്തുള്ളൂ. ക്രഷർ ഇപ്പൊ എവിടെ സ്ഥാപിക്കാണെങ്കിൽ ക്രഷറിന് ഇപ്പൊ തന്നെ നമ്മൾ 3 ക്രഷറിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ക്രഷർ അനുമതി കൊടുക്കുന്ന അത് നിയമപരമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയില് ക്രഷറിന് അനുമതി വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നിയമാനുസൃതമാണ് പരിശോധിച്ചിട്ട് പെർമിറ്റ് കൊടുക്കണം. അതിലെന്ത് അഴിമതി നടക്കാൻ അതിലെന്ത് അഴിമതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാത്തിലും അഴിമതി എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് ഇങ്ങനെ എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് വിജിലൻസിന് എപ്പോഴും പഞ്ചായത്തിൽ എത്തിക്കാൻ എല്ലാവർക്കും കഴിയും. അതൊരു യഥാർത്ഥത്തിൽ അത് നല്ലൊരു സ്വഭാവമല്ല, നല്ലൊരു നടപടിയല്ല. ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പരാതി കൊടുത്താൽ നാട്ടിൽ വികസനം ഉണ്ടാവില്ല. ഉദ്യോഗസ്ഥന്മാര് പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടില്ല. അപ്പൊ വികസനം മുരടിക്കും. എല്ലാറ്റിലും പരാതി എന്ന് പറയുന്നത് ശരിയായ ഒരു സമീപനമല്ലല്ലോ. വികസനം തടസ്സപ്പെടുന്ന സമീപനമാണ്. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. വാണിമൽ ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയ രംഗം വീണ്ടും കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്.
പരിസ്ഥിതിയെ ബാധിക്കുന്ന വളരെ ഭീകരമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വളരെ വലിയ ഒരു ക്രമക്കേടും ഉയർന്നു വന്നിരിക്കുന്നു. വിജിലൻസ് പരിശോധന വന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് നേടിയ വിജയത്തിന്റെ ആ ഒരു ആഘോഷം അവസാനിക്കുന്നതിന് മുമ്പേ 66 ദിവസങ്ങൾ പൂർത്തിയാകുന്ന ഈ ഒരു വേളയിൽ ഒരു വിജിലൻസ് പരിശോധന പഞ്ചായത്തിന് മുസ്ലിം ലീഗിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന രീതിയിൽ നടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു സംഗതി, പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു കേവലമായ വാണിമൽ ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. നമ്മൾ പുറം ലോകത്തൊക്കെ കേട്ടറിഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ കമ്പനികൾ നമ്മുടെ നാടിന്റെ സന്തുലനാവസ്ഥയെ തകർക്കുന്ന, പരിസ്ഥിതിയെ തകർക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളുമായി നമ്മുടെ നാട്ടിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നുള്ള വിഷയമാണ് നമുക്ക് കാണേണ്ടത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പോലെയുള്ള വളരെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ മിനിറ്റ്സ് പൂർത്തിയാക്കാൻ മാസങ്ങൾ എടുക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി നമുക്കിതിനോടൊപ്പം ലഭിക്കുകയാണ്. ഇത് ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വേദിയാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വ്യൂ പോയിന്റ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.